So next module, അഞ്ചാമത്തെ module Fourier Integrals and Transforms. അപ്പോൾ Fourier Transformsഉം ഒരു ടൈപ്പ് ട്രാൻസ്ഫോർമേഷൻ ആണ്, ലൈക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം. പക്ഷേ ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ എഫ് ഓഫ് ടി എന്ന ഫംഗ്ഷൻ ഫൈ ഓഫ് എസ് ആയിട്ട്, അതായത് ടിയിലുള്ള ഫംഗ്ഷൻ എസ്സിലുള്ള ഫംഗ്ഷനായിട്ട് മാറും. യൂസിങ് ദ ട്രാൻസ്ഫോർമേഷൻ അവിടെ ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇൻറ്റഗ്രൽ ഫ്രം 0 to infinity എഫ് ഓഫ് ടി ഇൻ ഡി റേസ് ടു മൈനസ് എസ് ടി ഡി ടി. അപ്പോൾ നമുക്ക് എഫ് ഓഫ് ടീനെ ഫൈ ഓഫ് എസിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഹിയർ ഓൾസോ ഇൻ ദിസ് ഇസ് എ ട്രാൻസ്ഫോർമേഷൻ Fourier transform. Here the function f of x നെ നമുക്ക് ഫംഗ്ഷൻ ഓഫ് w ആയിട്ട് അല്ലെങ്കിൽ ഒമേഗ ആയിട്ട് മാറ്റാം. സോ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ എഫ് ഓഫ് ഒമേഗ ആയിട്ട് മാറണമെങ്കിൽ the definition is f of x be a real function which is absolutely integrable. That means integral from minus infinity infinity modulus of f of x is dx is less than infinity and piecewise smooth. And the Fourier transform of f of x is defined by f of omega is, it is denoted by the symbol f of x, and it is 1 by root of 2 pi integral minus infinity to infinity f of x e raised to minus I omega x dx. അപ്പോൾ നേരത്തെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ ഇ റേസ് ടു മൈനസ് എസ് ടി ആയിരുന്നു, മൈനസ് എസ് ടി ആയിരുന്നു, ഇ റേസ് ടു മൈനസ് എസ് ടി ആയിരുന്നു. ഇവിടെ ഒരു കോംപ്ലക്സ് ഒരു ടേം ഐ എന്നൊരു ഫംഗ്ഷൻ ഒരു ടേം കൂടെ, അതായത് നമ്മുടെ റൂട്ട് ഓഫ് -1 ആ ഒരു ടേം കൂടെ വരും. അപ്പോൾ അതുകൊണ്ട് ഇതിന് നമുക്ക് ഫൊറിയർ ട്രാൻസ്ഫോമിന് കോംപ്ലക്സ് ഫൊറിയർ ട്രാൻസ്ഫോം എന്നും പറയാം, ബിക്കോസ് ഇറ്റ് ഈസ് ദ കോംപ്ലക്സ് ഫോം. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ എഫ് ഓഫ് ഒമേഗ ആയിട്ട് മാറി യൂസിങ് ദിസ് ഫോമുല 1 by root of 2 pi integral minus infinity infinity f of x e raised to minus I omega x dx. സോ ഫംഗ്ഷൻ ഓഫ് എക്സ് എഴുതുക, വിത്ത് റെസ്പെക്ട് എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എക്സിൻ്റെ പ്ലേസിൽ മൈനസ് ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കുക. സോ ദിസ് കൺവേർട്സ് ടു എ ന്യൂ വേരിയബിൾ ആൻഡ് ഇറ്റ് ഈസ് ഒമേഗ, ആൻഡ് ഇറ്റ് ഈസ് ഫംഗ്ഷൻ ഓഫ് ഒമേഗ. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് എക്സിനെ നമ്മൾ ഫംഗ്ഷൻ ഓഫ് ഒമേഗ ആയിട്ട് മാറി യൂസിങ് ദിസ് ഫോറിയർ ട്രാൻസ്ഫോം. ആൻഡ് റിവേഴ്സ്ലി വി ക്യാൻ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ഒമേഗ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എഫ് ഓഫ് ഒമേഗ ഈസ് ഗിവൺ, വി ക്യാൻ ഫൈൻഡ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ഇപ്പോൾ എഫ് ഓഫ് ഒമേഗ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഒമേഗ, ഓർ വി ഗെറ്റ് എഫ് ഓഫ് എക്സ്, ആൻഡ് ഇറ്റ് ഈസ് 1 by root of 2 pi integral minus infinity to infinity f of omega e raised to I omega x dx. ഇതാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോമുല. ഇനി ഫംഗ്ഷൻ പീസ് വൈസ് സ്മൂത്ത് ആവാം. സോ സംടൈംസ് ഇറ്റ് മേ ബി ഡിസ്കണ്ടിന്യൂസ് അറ്റ് സം പോയിൻറ്റ്സ്. Then we can find the value of f of x as half of f of x plus f of x minus right hand side ലിമിറ്റിൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റിൻ്റെയും ആവറേജ് എടുത്താൽ ഫംഗ്ഷൻ്റെ വാല്യൂ കിട്ടും. സോ യൂസിങ് ദ ഫോറിയർ ട്രാൻസ്ഫോം വി ക്യാൻ കൺവേർട്ട് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻ ടു ഫംഗ്ഷൻ ഓഫ് ഒമേഗ, ആൻഡ് യൂസിങ് ദ ഇൻവേഴ്സ് ട്രാൻസ്ഫോം വി ക്യാൻ കൺവേർട്ട് എഫ് ഓഫ് ഒമേഗ ഇൻ ടു എഫ് ഓഫ് എക്സ്. നെക്സ്റ്റ് ഈസ് ഫോറിയർ ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ്. ഇപ്പോൾ ഫോറിയർ ഇൻറ്റഗ്രൽ എന്താണ്? എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് റിയൽ ഫംഗ്ഷൻ വിച്ച് ഇസ് അബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ. ദറ്റ് ഈസ് സെയിം ഡെഫിനിഷൻ, ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ലെസ് ദാൻ ഇൻഫിനിറ്റി, ആൻഡ് ഇറ്റ് ഈസ് പീസ് വൈസ് സ്മൂത്ത് ഓൺ എനി ഫൈനൈറ്റ് ഇൻ്റർവൽ. ദെൻ അറ്റ് എവറി പോയിൻറ്റ് എക്സ് അറ്റ് വിച്ച് എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് വി ക്യാൻ റെപ്രസെൻറ്റ് എഫ് ഓഫ് എക്സ് ആസ് എ ഫോറിയർ ഇൻറ്റഗ്രൽ. ഇതാണ് ഫോറിയർ ഇൻറ്റഗ്രലിൻ്റെ ഫോം. എഫ് ഓഫ് എക്സിനെ ഒരു ഇൻറ്റഗ്രൽ ഫോമിൽ എഴുതുക. സോ ഇൻറ്റഗ്രൽ 1 by root of 2 pi integral minus infinity to infinity f of omega e raised to I omega x d omega. So with respect to omega integrate ചെയ്താൽ ഫംഗ്ഷൻ ഓഫ് എക്സ് കിട്ടും, ആൻഡ് ദ ഫംഗ്ഷൻ ഇസ് എഫ് ഓഫ് എക്സ്. സോ എഫ് ഓഫ് എക്സിൻ്റെ ഫോറിയർ ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഇതാണ്. വേർ വാട്ട് ഈസ് എഫ് ഓഫ് ഒമേഗ? എഫ് ഓഫ് ഒമേഗ ഈസ് 1 by root of 2 pi integral minus infinity infinity f of x and e raised to minus I omega x dx. ഇ റൈസ് ടു ഐ ഒമേഗ എക്സ് ഇസ് കോസ് ഒമേഗ എക്സ് പ്ലസ് ഐ സൈൻ ഒമേഗ എക്സ്. അപ്പോൾ ആ രീതിയിലും എഴുതാം. അപ്പോൾ നമുക്ക് രണ്ട് ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, എഫ് ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സും എഫ് ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സും. ഹിയർ വി ക്യാൻ സീ ദാറ്റ് ദ ഗ്രാഫ് ഓഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് ഒമേഗ വേഴ്സസ് ഡബ്ല്യു ഒമേഗ ഇസ് കോൾഡ് ദി ആംപ്ലിറ്റ്യൂഡ് സ്പെക്ട്രം ഓഫ് എഫ് ഓഫ് എക്സ്. ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ കോംപ്ലക്സ് ഫോറിയർ ട്രാൻസ്ഫോം. കോംപ്ലക്സ് ഫോറിയർ ട്രാൻസ്ഫോമും ഫോറിയർ ട്രാൻസ്ഫോം സെയിം തന്നെയാണ്. ആൻഡ് ഫോറിയർ ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് കെ എക്സ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, കെ ഗ്രേറ്റർ ദാൻ 0.
0 otherwise. So you have to find the Fourier transform. So use the formula of Fourier transform is f of omega is 1 by root of 2 pi integral minus infinity to infinity f of x e raised to minus I omega x dx. f of x c raised to minus kx തന്നിട്ടുണ്ട്. എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് ഫോർ എക്സ് ഫ്രം 0 ടു ഇൻഫിനിറ്റി ഇറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് കെ എക്സ്. സോ 0 ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഈ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി കൊടുത്താൽ മതി. മൈനസ് ഇ റേസ് ടു മൈനസ് കെ എക്സ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ടി എക്സ്. ബാക്കി എല്ലായിടത്തും 0 ആണ്, 0 അതർവൈസ്. സോ ബാക്കി ഇൻ്റഗ്രേഷൻ എല്ലാം 0 ആയിട്ട് വരും. ആൻഡ് ദ വാല്യൂ ഈസ് 1 by root of 2 pi integral 0 to infinity e raised to, അത് നമുക്ക് മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ കെ പ്ലസ് ഐ ഒമേഗ വരും ഇൻറ്റു എക്സ്. സോ ഇൻറ്റഗ്രൽ ഓഫ് ദിസ് വൺ ഇസ് e raised to minus of k plus i omega into x by minus of k plus i omega. 0 to infinity ലിമിറ്റ്. ഇപ്പോൾ ഇൻഫിനിറ്റി കൊടുത്താൽ e raised to minus infinity. 0 കൊടുത്താൽ e raised to 0. e raised to minus infinity is 0. e raised to minus infinity is 0 and e raised to 0 is 1. So it becomes minus by minus plus ആവും 1 by root of 2 pi into k plus i omega. That is the required Fourier transform is this one. And also we have to find the Fourier integral. Fourier integral the formula 1 by root of 2 pi integral minus infinity to infinity f of omega e raised to i omega x d omega. f of omega we have already found 1 by root of 2 pi k plus i omega into e raised to i omega x d omega. With respect to omega integrate ചെയ്യാം. അപ്പോൾ ഇതിൽ കോൺസ്റ്റൻ്റ് ഒക്കെ പുറത്തെടുത്തു. ഇപ്പോൾ 1 by root of 2 pi the whole square വരും. പിന്നെ ഉള്ളത് e raised to i omega x by k plus i omega d omega. ഈ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമുക്കറിയാം ഇൻറ്റഗ്രൽ ഫ്രം മൈനസ് എ ടു പ്ലസ് എ ഓഡ് ഫംഗ്ഷൻ 0 ആവും. മൈനസ് എ ടു പ്ലസ് എ ഈവൻ ആണെങ്കിൽ ട്വൈസ് 0 ടു എ ഫംഗ്ഷനായിട്ട് എഴുതാം. അപ്പോൾ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനായിട്ട് ഇ റേസ് ടു ഐ ഒമേഗ എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് കോസ് ഒമേഗ എക്സ് പ്ലസ് ഐ സൈൻ ഒമേഗ എക്സ്. സോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. cos omega x plus I sin omega x, k plus I omega, it's a complex form. So multiply with its conjugate, k minus I omega x മേളിലും താഴെ. So k minus I omega x into cos omega x plus I sin omega x by, ഇത് a plus b into a minus b, a square minus b square, I into square minus 1. So k square plus omega square ആവും. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 4 ടേം ന്യൂമറേറ്ററിലും k square plus omega square ഡിനോമിനേറ്ററിലും വരും. ഇത് ഈവൻ ഫംഗ്ഷനാണ്. കോസ് ഈവൻ ആണ്, സൈന് ഓഡാണ്, ഒമേഗ ഓഡ് കോസ് ഈവൻ, സോ ഓഡ് ഇൻറ്റു ഈവൻ ഓഡ്, ഒമേഗ ഓഡ് സൈൻ ഓഡ്, സോ ഓഡ് ഇൻറ്റു ഓഡ് ഈവൻ. അപ്പോൾ ഓഡൊക്കെ 0 ആയിട്ട് വരും. സോ ഈ ടേം ഉണ്ടാവില്ല, ഈ ടേം ഉണ്ടാവില്ല. സോ ദ റിമൈനിങ് ഫംഗ്ഷൻ ഇസ് 1 by 2 pi integral minus infinity to infinity k cos omega x plus omega sin omega x by k square plus omega square d omega. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈവൻ ആയതുകൊണ്ട് ഇതിനെ ദിസ് ഇസ് ഈക്വൽ ടു 2 ട്വൈസ് എന്ന് എഴുതാം. സോ 2 by 2 pi integral 0 to infinity k cos omega x plus omega sin omega x by k square plus omega square d omega അങ്ങനെ എഴുതാം. Which is the required Fourier integral representation.